നമസ്കാരം. എൻ്റെ പേര് ജയകുമാർ എന്നാണ്. BMSന്റെ ജില്ലാ വൈസ് പ്രസിഡന്റും BMSന്റെ സംസ്ഥാന സമിതി അംഗവുമാണ്. ഇന്നിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു 5-6 വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒക്ടോബർ 1 രാജ്ഭവനിലേക്ക് BMS നടത്തുന്ന മാർച്ചിന്റെ ഭാഗമായി അതുമായി വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് ഈ പത്രസമ്മേളനത്തിൽ ഈ വിഷയങ്ങൾ നമ്മളോടൊപ്പം വന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് BMSന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ CG സുദർശനാണ്. അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ ലാക്ടേഴ്സിന്റെ BMS യൂണിയനായിട്ടുള്ള ഹിന്ദുസ്ഥാൻ ലാക്ടേഴ്സ് മസ്ദൂർ സംഘിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ അനിൽകുമാർ ഇപ്പോൾ ഉണ്ട്. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പത്ര മാധ്യമ പ്രവർത്തകരെയും ഈ പത്രസമ്മേളനത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് വിശദീകരിക്കുന്നതിനായിട്ട് ശ്രീ CG അവരുകളെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. BMS രാജ്യത്തെ 5.5 കോടിയിൽ പരം വരുന്ന PF അംഗമായിട്ടുള്ള തൊഴിലാളികളെ സംബന്ധിച്ചും ഏതാണ്ട് 85 ലക്ഷത്തോളം വരുന്ന പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചുമുള്ള ആ മേഖലയിലെ ജീവനക്കാരെ നേരിട്ട് ബാധിക്കുന്ന ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. നമുക്കറിയാം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 48 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി 1952 PF ആക്ട് നിലവിൽ വന്നു. ആ PF ആക്ട് നിലവിൽ വന്നതിന് ശേഷം 1971 ഒരു ഫാമിലി ബെനിഫിറ്റ് സ്കീം മാത്രം ബാധകമാക്കിക്കൊണ്ട് 1971 ഒരു സ്കീം കൊണ്ടുവന്നു. അതിൽ അന്നത്തെ ജീവനക്കാർക്ക് പെൻഷനില്ല. ജീവനക്കാരൻ മരിച്ചുപോയാൽ ആ കുടുംബത്തിന് ഫാമിലി പെൻഷൻ കിട്ടുന്ന ഒരു സ്കീമായി. അതിനുശേഷം 1976 എംപ്ലോയീസ് ഡിപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് EDLI ഒരു സ്കീം കൊണ്ടുവന്നു. ആ സ്കീമിലും ജീവനക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് 3 ലക്ഷം രൂപ കിട്ടുന്ന ഒരു സ്കീമാണ്. ജീവനക്കാരന് നേരിട്ട് പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതി ഈ 1976 കൊണ്ടുവന്ന നിയമത്തിൽ ഇല്ലായി. അതിനുശേഷം 1995 ഈ സ്കീം പരിഷ്കരിച്ചു വന്നപ്പോ അന്ന് ഒരു സീലിംഗ് ഏർപ്പെടുത്തിയിരുന്നു 5000 രൂപ. ആ 5000 രൂപ 1995 തുടക്കത്തിൽ 5000 രൂപയായിരുന്നു സീലിംഗ്. ആ സമയത്ത് 12% തൊഴിലാളി വിഹിതവും 12% തൊഴിലുടമ വിഹിതവും നൽകണമെന്നുണ്ട്. കൂടാതെ കേന്ദ്ര ഗവൺമെന്റ് 1.16% കോൺട്രിബ്യൂഷൻ ഗവൺമെന്റിന്റെ ഉണ്ടാകുമായി. അങ്ങനെ ഒരു പുതിയ സ്കീം വന്നു. ജീവനക്കാർക്ക് മാന്യമായ പെൻഷൻ എന്നുള്ള നിലയിലായിരുന്നു ആ കൺസെപ്റ്റ്. തുടക്കത്തിൽ 200 രൂപ, 100 രൂപ, 300 രൂപ പെൻഷനായിരുന്നു. അതിനുശേഷം 2001 ഈ സ്ലാബ് 6500 മാറ്റി. 6500 മാറ്റിയപ്പോഴും ഈ സ്കീം ഇതേ പദ്ധതിയിൽ തുടർന്നുകൊണ്ടിരുന്നു. 2004 കേന്ദ്ര ഗവൺമെന്റ്
6500 മുകളിൽ ശമ്പളം വാങ്ങുന്നവർക്കും ഇ പി എഫിൽ അംഗമാകാം, പണമടയ്ക്കാം എന്ന നിയമം നിലനിൽക്കുമ്പോൾ 2004 കേന്ദ്ര ഗവൺമെന്റ് ഈ സീലിംഗിന് മുകളിൽ പണമടയ്ക്കുന്നത് പിൻവലിച്ചു. സ്വാഭാവികമായിട്ടും അത് പിൻവലിച്ചു വരുമ്പോൾ കുറെ ആളുകൾ കോടതിയെ സമീപിച്ചു. 2004 മുതൽ 2022 വരെ കോടതിയിൽ 27ഓളം കേസുകൾ ഇപ്പോൾ നിലനിൽക്കുക. ഞങ്ങൾ ഈ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ കാരണം 2014 ഈ സീലിംഗ് 15,000 ഉയർത്തി. 15,000 ഉയർത്തിയപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത് എന്തുദ്ദേശത്തോടു കൂടിയിട്ടാണോ ഈ സ്കീം 1995 നടപ്പിലാക്കിയത്, പെൻഷൻ വേണ്ടിയിട്ടാണ്. 15,000 രൂപ എന്ന സീലിംഗ് കൊണ്ടുവന്നിട്ട് മുൻകാലങ്ങളിൽ 5,000-ന് മുകളിലുണ്ടെങ്കിലും തൊഴിലാളിക്ക് അത് തുടരാമായിരുന്നു. ഇത് 2014 ഈ സ്കീം 15,000-ലേക്ക് വന്നപ്പോ 15,001 ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾക്കും തുടർന്ന് പെൻഷൻ ഉണ്ടാകില്ല. അവർക്ക് പി എഫിൽ തുടരാം, പക്ഷേ 15,000-ന് മുകളിൽ ശമ്പളം കൈപ്പറ്റുന്ന ആളുകൾക്ക് പി എഫ് പെൻഷൻ കിട്ടുകയില്ല. ഇതിന്റെ കാതലായ അംശം എന്തിനാണോ 1995 ഈ സ്കീം പുനരാവിഷ്കരിച്ചത്, അതിന്റെ ഉദ്ദേശം തന്നെ ഈ ജീവനക്കാർക്ക് പെൻഷൻ നൽകുക എന്ന ഉദ്ദേശത്തിലാണ്. പക്ഷേ ഇവിടെ ചെയ്തത് 15,000 രൂപ സീലിംഗ് ഏർപ്പെടുത്തുകയും അതിന് മുകളിൽ ശമ്പളം വാങ്ങുന്നവർക്ക് പെൻഷൻ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് വന്നിട്ടുള്ളത്. ഇത് നിസ്സാരമായ കാര്യമല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ഇ പി എഫ്. ആ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയെ അതിന്റെ നട്ടെല്ലില്ലായ്മ ചെയ്തുകൊണ്ട് പോകുന്ന ഈ നടപടിയെ ശക്തമായി ഒരു തൊഴിലാളി സംഘടന എന്നുള്ള നിലയിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സമരത്തിന്റെ പാതയിലാണ് BM. ഇത് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നത് 1.16% കേന്ദ്ര ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ ഈ PF പെൻഷനിലേക്ക് ഉണ്ടായിരുന്നു. 2014 മുതൽ 1.16% കേന്ദ്ര ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ ഇല്ലാതാക്കി. അവിടെ ഒരു വിവേചനം ഗവൺമെന്റ് കാട്ടിയത് എന്താന്ന് പറഞ്ഞാൽ, കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ പെൻഷൻ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് NPS നടപ്പിലാക്കുമ്പോൾ 10% കോൺട്രിബ്യൂഷൻ ജീവനക്കാരുടെയും 14% കോൺട്രിബ്യൂഷൻ കേന്ദ്ര ഗവൺമെന്റിന്റേതാണ്. ആ 14% നിലനിൽക്കെ തന്നെ ഇപ്പോ പരിഷ്കരണം വന്നപ്പോൾ വീണ്ടും കേന്ദ്ര ഗവൺമെന്റ് 4% കൂടി അധികം നൽകി 18% ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ 1.16% പാവപ്പെട്ട EPF സാധാരണ തൊഴിലാളികൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിഷേധിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് 18% കേന്ദ്ര ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ നൽകിയാണ്. ഇത് വിവേചനമാണ്. ഇതിനെ ഞങ്ങൾ എതിർക്കുന്നു. മറ്റൊന്ന്, 2014 ഈ സ്കീം നടപ്പിലാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പെൻഷൻ 1000 രൂപയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. 100 രൂപ, 200 രൂപ, 300 രൂപ ആയിരുന്ന സമയത്ത് കാലാകാലങ്ങളായി 4%, 5%, 8% വർദ്ധിച്ചിരുന്നു. 2014 ഈ സ്കീം നടപ്പിലാക്കിയപ്പോ 1000 രൂപ ഏറ്റവും കുറഞ്ഞ പെൻഷൻ പ്രഖ്യാപിച്ചു. 2024 ആകുമ്പോഴും ഈ 1000 രൂപയല്ലാതെ 1001 രൂപയില്ല. നിങ്ങൾ ആലോചിക്കണം. വിധവകൾക്കും ഇവിടുത്തെ സാധാരണക്കാരന് ഒരു പൈസ അങ്ങോട്ടടയ്ക്കാൻ 1600 രൂപ പെൻഷൻ നമ്മുടെ കേരളത്തിൽ പെൻഷൻ വാങ്ങുമ്പോ പണം അങ്ങോട്ടടച്ചിട്ട് 12% കോൺട്രിബ്യൂഷൻ തൊഴിലാളി അങ്ങോട്ടടച്ചിട്ട്
ആ തൊഴിലാളിക്ക് 10 വർഷമായി 1000 റുപ്യ തന്നെ നിലനിൽക്കുകയാണ്. ഇതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് PF അംഗങ്ങളായിട്ടുള്ള മുഴുവൻ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും ഏറ്റവും കുറഞ്ഞ പെൻഷൻ 5000 റുപ്യ നൽകണം. 5000 റുപ്യ നൽകുക മാത്രമല്ല, കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വിലവർദ്ധനവിന്റെ ആനുപാതികമായി DA ഈ പെൻഷനുമായി ലിങ്ക് ചെയ്യണം. ഇത് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സമവായത്തിന്റെ പാതകൾ തുടർന്നിട്ടുണ്ടെങ്കിലും ഇതിന് പരിഹാരം കാണാത്തൊരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ആഗസ്റ്റ് മാസം 15-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ബോംബെയിൽ കൂടിയ ദേശീയ നിർവാഹക സമിതി യോഗം ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യവ്യാപകമായിട്ട് ആഗസ്റ്റ് മാസം 10-ാം തീയതി മുതൽ ഭാരതത്തിലെമ്പാടും PF ഓഫീസുകളുടെ മുമ്പിലേക്കും കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ മുമ്പിലും ശക്തമായ ധർണകളും പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തി വരിക. കേരളത്തിലും ഈ 10-ാം തീയതി മുതൽ ഞങ്ങൾ നടത്തിവരുന്ന സമരത്തിന്റെ സമാപനം എന്നുള്ള നിലയിൽ ഈ ഒക്ടോബർ മാസം 1-ാം തീയതി കേരളത്തിലെ പണിശാലകൾ തൊഴിലാളികൾ ഒപ്പിട്ട ഭീമഹർജിയുമായി നമ്മൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി ഗവർണർക്ക് സമർപ്പിക്കുകയാണ്. ഇത് സാധാരണ തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. മറ്റൊന്ന്, ഈ പരിധി നമ്മൾ ആവശ്യപ്പെടുന്നത് ഇന്നിപ്പോ 15,000 എന്നുള്ളത് 30,000 ആക്കി വർദ്ധിപ്പിക്കണം എന്നുള്ളത്. ആ പരിധി 30,000 വർദ്ധിപ്പിക്കുകയും പെൻഷൻ സ്കീം കാലോചിതമായി പരിഷ്കരിക്കുകയും വേണം എന്നുള്ളത് ഞങ്ങൾ ഈ ഡിമാൻഡിലൂടെ ആവശ്യപ്പെടുകയാണ്. മറ്റൊരു കാര്യം, പെൻഷൻ പറ്റുന്ന ഈ EPF അംഗങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ഇവരെ ലിങ്ക് ചെയ്യണം. ഇവർക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തണം. അതിന് ഈ അംഗങ്ങളെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതും ഞങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിൽ ആവശ്യപ്പെട്ടു. പെൻഷൻ കണക്കാക്കുന്ന മാനദണ്ഡം അതിപ്പോ സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യായത്തെ ശരിവച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇന്നും ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് ആ മാനദണ്ഡം കാലോചിതമായി മാറ്റം വരുത്തണം. നേരത്തെ ഉണ്ടായിരുന്ന 12 മാസത്തെ ആവറേജ് അത് തന്നെ നിലനിർത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. മറ്റൊരു കാര്യം ESA സംബന്ധിച്ചിട്ടുള്ളതാണ്. ESA സംബന്ധിച്ചിടത്തോളം പരിധി 21,000 ഇപ്പോ. 17,000-ൽ നിന്നും ഈ ഗവൺമെന്റ് തന്നെയാണ് 21,000 ആക്കിയിട്ടുള്ളത്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ആ 21,000 എന്നുള്ളത് 42,000 വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് BMS മുന്നോട്ട് വരുന്നത്. അപ്പൊ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ ധാർമ്മികമായ യാതൊരു രാഷ്ട്രീയ താല്പര്യങ്ങളുമില്ലാതെ ഒരു ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ BMSന്റെ നിലപാടുകൾ എന്നും ഉറച്ചതാണെന്ന് ഒരിക്കൽ കൂടി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ധാർമ്മികമായ സമരത്തിന് പത്ര, മാധ്യമ, ദൃശ്യമാധ്യമങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒക്ടോബർ മാസം 1-ാം തീയതി ഞങ്ങൾ നടത്തുന്ന ഈ രാജ്ഭവൻ മാർച്ചിന് എല്ലാവിധമായ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.